ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് അപ്ലോഡ് ചെയ്യാക്കുന്നതായിരിക്കും. അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതും ഇന്നിറങ്ങുന്ന വീഡിയോസും എല്ലാമായിട്ട് കിട്ടുന്നതായിരിക്കും. ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നിപ്പോൾ ജോഷിലോട്ട് പോവുക, ഫ്രഷപ്പ് ആവണം. ഇന്നലെ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്ത് എല്ലാവരും കൂടെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളും എല്ലാമായിട്ട് കാണിച്ചു തരാം. അപ്പം ഫ്രഷപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഇന്ന് വണ്ടി ഇറങ്ങും. ഇന്നത്തേക്കാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അവർ. അപ്പോൾ വണ്ടി ഇറങ്ങുന്നതിൻ്റെ വീഡിയോയും ഇന്നലത്തെ വീഡിയോയും എല്ലാം കൂടെ ആയിട്ട് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ തൊടുപുഴയ്ക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അച്ചു ട്രാവലർ അച്ചു വന്നിട്ടുണ്ട്. ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ 26 സീറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വളവനാട് അമ്പലം എത്തി. വളവനാട് അമ്പലത്തിൽ പോയി നേർച്ച ഇട്ടിട്ടാണ്. നീലപ്പല്ല് കണക്ട് നീലപ്പല്ല്. ചെറുക്കനെ ഞങ്ങൾ ഇവിടെ ഇട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ചായയും വെള്ളവും ഒക്കെ കുടിച്ചിട്ട് പോവാം. ഒരു ഷാവണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അച്ചുണ്ട്. അച്ഛൻ നീ എത്ര വർഷമാണ് ഈ ഫീൽഡിൽ വന്നിട്ട്? 3 വർഷമോ? അണ്ണ എത്ര വർഷമാണ് ഷാവണ്ണ ഈ ഫീൽഡിൽ വന്നിട്ട്? ഡ്രൈവിംഗ് ഫീൽഡിൽ വന്നിട്ട് 10 വർഷമോ? അണ്ണ എത്ര വർഷമാണ്? അണ്ണ എത്ര വർഷമാണ് ഈ ഫീൽഡിൽ വന്നിട്ട്? 17 വർഷം. ഇല്ല, ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 5 വർഷമായി ഫീൽഡിൽ വന്നിട്ട്. അഞ്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ജോഷി വന്നിരിക്കുകയാണ്. ഇഷ്ടംപോലെ വണ്ടിയാണ് പണിയാനായിട്ട് വന്ന് നടക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഒത്തിരി ഉണ്ട്. നമ്മുടെ ചെറുക്കനെ ഇവിടെ നിർത്തി. ജോഷിയാണ്. ഒരാളിവിടെ ഇപ്പോൾ ഉണ്ട്. മൊത്തം വണ്ടിയാണ്. എല്ലാ വണ്ടിയും പണിയാൻ വേണ്ടി വന്ന് കിടക്കുവാണ്. ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങോട്ട് ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. വണ്ടി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ വരുവാണ്. ഞാൻ ജോഷിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഉള്ള വീഡിയോ ഒക്കെ കാണിച്ചു തരാം. നമ്മളെ ചെറുക്കനെയൊക്കെ കാണിച്ചു തരാം. എല്ലാം പണിയാൻ കയറ്റാനുള്ള. ഇതിൻ്റെ അകത്ത് ഫുള്ളും ആംബുലൻസ് പണിയുന്നു. അല്ലാണ് അതിൻ്റെ അകത്ത് ഫുള്ളും ആംബുലൻസ് അല്ലേ പണിയുന്നു? ആംബുലൻസ് അല്ലേ? നമ്മൾ ചെറുക്കൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വണ്ടികളുണ്ട്. എല്ലാത്തിനും നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വണ്ടി ഓരോ ദിവസമായിട്ട് ഇവിടെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോറേ വന്നിരിക്കുകയാണ്. ടോറയിൽ നിന്ന് ഇപ്പോൾ പുതിയൊരു വണ്ടി ഡെലിവറി ആവുന്നുണ്ട്. നമ്മുടെ തന്നെ സൂഫിയുടെ തന്നെ. ഞാൻ കാണിച്ചു തരാം.
ഇന്ന് ഡെലിവറി ആയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയാണ്. ഞങ്ങളപ്പോൾ ജോഷിയിൽ നിന്ന് ടോറ വന്നതാണ്. അപ്പോൾ മറ്റേ വണ്ടി ഡെലിവറി ആയിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പം ഇന്ന് അവിടെ ചെന്നിട്ട് ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും. നാളെ നമ്മുടെ പുത്തൻവണ്ടി അവിടെ നിന്ന് ഇറങ്ങും. പുത്തൻവണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ ഒരു ഇത് നമ്മളിവിടെ നിൽക്കുന്നു. നാളത്തെ ആ വീഡിയോ കൂടെ ഇറങ്ങിയിട്ട് ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെല്ലാവരും റെഡിയായി, ഫുഡൊക്കെ കഴിച്ച് നേരെ ജോഷിലോട്ട് പോവുകയാണ്. ഇവിടെ ശ്യാമണ്ണുണ്ട്, അവിടെ അച്ഛനുണ്ട്, പുറത്ത് അച്ചുണ്ട്. എല്ലാവരും റെഡിയായി. അണ്ണാ ബാഗ് എടുക്കുന്നതാണ്. ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എന്നിട്ട് നേരെ ജോഷിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ ജോഷിലോട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എടുക്കാൻ പറ്റുന്നത്ര നമ്മൾ വീഡിയോ എടുക്കും. ശബ്ദമായിരിക്കും മൊത്തം, അതുകൂടെ നോക്കിയിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. ഇതാണ് നമ്മൾ റൂം എടുത്ത ടൗണാണ്. ഇവിടുന്ന് ഇനി നമ്മൾ അവിടുന്ന് അങ്ങോട്ട് അകത്തോട്ട് എടുക്കണം. ഇപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ശ്രാവണൻ്റെ റൂം കൂട്ടാൻ പോയി. അച്ചും രണ്ടച്ചുമാരും കൂടെ കാറെടുക്കാൻ വേണ്ടി പോയി. അച്ചു വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ജോഷി വന്നിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് വണ്ടിയുടെ പണി എവിടം വരെ ഞങ്ങൾ നോക്കട്ടെ. മൊത്തം തീരാറായെന്ന് തോന്നുന്നു. വീടും പകുതിയോളം കഴിഞ്ഞു. വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറുക്കൻ്റെ അവിടെ കിടപ്പുണ്ട്. ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ ചെറുക്കൻ. വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് ഞാൻ എടുക്കുകയാണ്. അത് നമ്മൾ ചെറുക്കൻ അത് പണിയാന്നിട്ടിരിക്കുക. സ്പീക്കറും കാര്യങ്ങളെല്ലാം കയറി. കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അകത്ത് ഒരു പുള്ളിക്കാരൻ വഴി കാണിച്ചു തരാമെന്നും പറഞ്ഞു പോയത്. ഇത് എവിടെയാണ് ദൈവത്തിനറിയാം. കാട്ടിൽ കൂടെ ഉള്ള വഴിയാണ്. ആന കുത്താൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വഴി തീർന്നെന്ന് തോന്നുന്നല്ലേ ദൈവം. എന്നടാ പുള്ളി ഇത് ആടുന്നേ പോട്ടോ. ഞാൻ പറഞ്ഞു അയാൾ വീട്ടിൽ മറ്റേ ഇത് കൊടുക്കാൻ പോയിരിക്കും, പപ്പറയും കൊടുക്കും. റോഡ് എങ്ങോട്ടോ റൈറ്റ് ഉണ്ട്. അതേ നിൽക്കണം അവിടെ അണ്ണൻ്റെ വിഷയം ഇതാണ്. ഇടത്തോട്ട് അവിടുന്ന് വലത്തേക്ക് പോവാം. വലത്തേക്ക് പോയിട്ട് നിങ്ങൾ നേരെ വലത്തോട്ട് വഴി കാണുമ്പോൾ നോക്കണ്ട, നേരെ പോകുന്നത് നെടുമ്പ് പള്ളിക്കാരത്തേക്ക് തന്നെയാണ്. ഈ ചേട്ടനാണ് നമുക്ക് വഴി കാണിച്ചു തന്നത്. പണിയൊക്കെ അത്യാവശ്യം തീരാറായി. മാക്സിമം ഇങ്ങനെ ഇപ്പൊന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല സഹകരണമാണ് കേട്ടോ. ബൈക്കൊക്കെ പിന്നെ വേറെ ചേട്ടനാണ്. അവർ രണ്ടുപേരും ഭയങ്കര സഹകരണമാണ്. എനിക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ അകത്ത് വർക്ക് നടക്കുന്നുണ്ട്. ഭയങ്കര ശബ്ദം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല. പോളിഷിങ് നടക്കുവാണ്. പോളിഷിങ്ങും ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ഒഴിവനും തീരാറാവും എന്നാണ് പറഞ്ഞത്. മാക്സിമം തീർന്നിട്ടുണ്ട്. ഇവിടെ വീഡിയോ എടുക്കാൻ അലോഡല്ല, അതാണ് പ്രശ്നം.
ഇനി ഞാൻ ഈ വർക്ക് ചെയ്യുന്ന വീഡിയോ എല്ലാം ഞാൻ കാണിച്ചു തരായിരുന്നു. പിന്നെ എന്നാ പറയുന്നത്, ബാക്കി വണ്ടി ഇറങ്ങാൻ നേരത്ത് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം കുറച്ചുകൂടെ ഉണ്ട് പണി. അപ്പം ഇന്നും നമ്മളെ ചെറുക്കനെ കിട്ടത്തില്ല, നാളെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒരു വിഷമം മൂടില്ല. ഇന്ന് വണ്ടി കിട്ടിയില്ലെങ്കിൽ ഓട്ടം എല്ലാം പണി പാടും. സൗണ്ടും കാര്യങ്ങളൊക്കെ ചെറിയ അത്യാവശ്യം. ഞാൻ എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് തരാം. ചെറിയൊരു പോസ്റ്റ് കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്ക് വണ്ടി തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നാളെ കിട്ടുമായിരിക്കും. എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വിഷമത്തില്ല. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അവർ എന്തോ പറയുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ തട്ടിച്ചൊന്നുമല്ല. പണി തീർന്നിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പണി തീരാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. ചെറുക്കനാണ് ഏറ്റവും കൂടുതൽ വിഷമം. ഇന്ന് വണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ചെറുക്കന് വണ്ടി ഇറങ്ങിയിട്ടില്ല. അതാണ് ചെറുക്കന് വിഷമം. ചെറുക്കനെ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോവുകയാണ്. നാളെ നേരത്തുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ച് വരുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളി കാര്യമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പുള്ളി നാളെ തരാന്നല്ലേ പറഞ്ഞു. ചെറുക്കൻ്റെ മുഖത്ത് ഇപ്പോഴും വിഷമമുണ്ട് ഇന്ന് വണ്ടി ഇറങ്ങാത്തതിൻ്റെ. ഇന്ന് രാത്രി ആയിരുന്നെങ്കിൽ ഭംഗിയായിരുന്നല്ലേ എല്ലാം കാണാൻ. ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇനി എന്തായാലും നാളെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് വണ്ടി ഇറങ്ങത്തുള്ളൂ. അപ്പം നമുക്ക് നാളെ കാണാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. ഇന്നലെ നമ്മുടെ വണ്ടി കിട്ടിയില്ലായിരുന്നു. ഇപ്പം ഇന്നാണ് നമ്മുടെ വണ്ടി കിട്ടുന്നത്. ഇന്ന് വണ്ടി ഇറക്കി തരാമെന്നാണ് അവർ പറഞ്ഞത്. ഇന്നലെ നമുക്ക് പോസ്റ്റ് തന്നു. ചെറിയ പോസ്റ്റ് ഒന്നും അല്ലായിരുന്നു, നല്ല പോസ്റ്റായിരുന്നു. ഇന്നലെ നമുക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു 9-10 മണി വരെ നമ്മളവിടെ നിന്ന്. എന്നിട്ട് നമുക്ക് വണ്ടി തന്നില്ല. വണ്ടിയുടെ പണി തീർന്നിട്ടില്ല. എല്ലാത്തിനും അവർ പോസ്റ്റാണ് അവർ പറയുന്നത്. പിന്നെ ഞങ്ങൾ വിളിച്ച് റെഡിയായി ഞങ്ങൾ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അങ്ങോട്ട്. അവിടെ ചെന്നിട്ട് വേണം എന്തായി എങ്ങനെയായി എന്ന് നോക്കാൻ. ഇന്ന് വണ്ടി തന്നില്ലെങ്കിൽ അവരുടെ കുറ്റമാണ്. നമ്മുടെ കുറ്റമായിട്ട് നമ്മൾ നേരത്തെ വണ്ടി ഇവിടെ എത്തിച്ചത്. പക്ഷെ അവർ ഇത്രയും പോസ്റ്റ് വരുമെന്ന് നമ്മൾ ഓർത്തില്ല. ഇപ്പം രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തല്ല, ഇത് 3ാമത്തെ ദിവസമാണ്. അത് ഭയങ്കര പാഴ്ച ചിലവാണ്. ഇപ്പം ഇന്ന് വണ്ടി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷയായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞങ്ങളെല്ലാം റെഡിയായി. ഇനി അങ്ങോട്ട് പോയാൽ മതി. ഞാൻ അവിടെ ചെന്നിട്ട് ഇന്ന് വണ്ടി ഇറങ്ങുന്നതിൻ്റെ വീഡിയോ എല്ലാമായിട്ട് കാണിച്ചു തരാം. ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 3 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ച് ഇന്ന് നമ്മൾ എടുത്ത വീഡിയോ എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മളിന്ന് യൂട്യൂബിൽ ഇടുന്നത്. ഞങ്ങളെല്ലാം റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഞങ്ങളെല്ലാം ഇറങ്ങുകയാണ്. അച്ഛനുണ്ട്, ശ്യാമണ്ണുണ്ട്, ശ്യാമണ്ണ മുതലാളിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നേരെ ജോഷിലോട്ട് പോവുകയാണ്. എന്തായെന്ന് അറിയത്തില്ല, നോക്കണം. പിന്നെ അവിടുത്തെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ചെറുക്കൻ്റെ ഒക്കെ വന്നു. മുതലാളിയും പോകുന്നുണ്ട്, അച്ഛനും പോകുന്നുണ്ട്. അച്ഛനെ ഇവിടെ ഉണ്ട്. അച്ഛനെ സ്റ്റിക്കർ അടിക്കാൻ പോയിട്ട് വന്നതാണ്. ശ്യാമണ്ണത് ഇവിടെ പെണ്ണുമ്പുളയെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ബ്ലോഗ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ അച്ചു ഇവിടെ ഉണ്ട്. ശ്യാമണ്ണ ഫോൺ ചെയ്യാൻ വേണ്ടി പോയി. വർക്കെല്ലാം ഓക്കെ ആയി കേട്ടോ. വർക്കെല്ലാം ഓക്കെ ആയി, സെറ്റാണ്. ഇനി ചെറുക്കനാണ് ഇനി ടെൻഷൻ മുഴുവനും. ടെൻഷൻ എന്ന് പറയുന്നത് ഇന്ന് വണ്ടി ഇറങ്ങി തരണം തരുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അതല്ല, ഇനി ആ പാടിന് ബാക്കിലാ ഇത് കയറാണ്ട്, പിന്നെ ഒരു ലൈസർ കയറാണ്ട്. എത്ര വണ്ടിയുടെ പണി തീരാറായി.
മുതലാളി പൈസ അടയ്ക്കാൻ പോയി. ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തേ. വണ്ടി കഴുകാൻ വേണ്ടി കൊണ്ടുപോവാണ്. സൂക്ഷ്മമായി നോക്കുന്ന അച്ചുവണ്ണ. മുഖത്ത് ഒരു പാവവും ഇല്ലാത്ത ഒരാളി. ഇവിടെ ചാവണ്ണുണ്ട്. ചെറുക്കണിപ്പോഴാണ് ഒന്ന് മുഖത്ത് തെളിച്ചം വീണത്. ഇവിടെ മനസ്സ് തീക്കാനല്ലമായിട്ട് മുതലാളി. അത് ശരി. ചെറുക്കനെ വീട്ടിൽ കൊണ്ടിട്ട് ഇന്ന് രാവിലെ ഓട്ടവും പോയി. ഞങ്ങൾ രാവിലെ ഓട്ടം വന്നു നാലമ്പലം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ 3 ദിവസത്തെ വീഡിയോ ഉണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കനും ചെയ്യണം. ഇന്നത്തെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടില്ല. ഈ നാലമ്പലം വന്നതിൻ്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.